പട്ടവം ചെറുകുന്ന റോഡിലെ കാവിൻമുനമ്പ് പാലം നിർമ്മാണം എങ്ങുമെത്തിയില്ല. ചെറുകുന്ന പട്ടവം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണത്തിന് സർക്കാർ നേരത്തെ 79 കോടി രൂപ അനുവദിച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയായാൽ ഉത്തര മലബാറിലെ ഏറ്റവും നീളം കൂടിയതും മനോഹരവുമായ പാലമായിരിക്കും ചെറുകുന്ന് പട്ടവം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കാവിൻമുനമ്പ് പാലം. ഇതിനായി സംസ്ഥാന സർക്കാർ 79 കോടി രൂപ നേരത്തെ ഫണ്ട് അനുവദിച്ചിരുന്നു. 1395 മീറ്റർ നീളവും 11 മീറ്റർ വീതിയിലും നിർമ്മിക്കുന്ന പാലത്തിന് 55 മീറ്റർ നീളത്തിൽ ഒരു സെൻട്രൽ സ്പാനും 35 മീറ്റർ നീളത്തിലുള്ള 38 സ്പാനുകളുമാണ് ഉണ്ടാവുക. ഇരുവശങ്ങളിലായി 1.50 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിക്കുമെന്നായിരുന്നു അധികൃതർ അറിയിച്ചിരുന്നത്. തളിപ്പറമ്പ് പട്ടവം ഭാഗത്തുള്ളവർക്ക് പഴയങ്ങാടി കണ്ണപുരം റെയിൽവേ സ്റ്റേഷനുകളിലേക്കും ചെറുകുന്നമ്പലം മാട്ടൂർ ഭാഗത്തേക്കും പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലേക്കും കാവിൻമുനമ്പ് പാലം പൂർത്തിയാക്കുന്നതോടെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ടൂറിസം രംഗത്തും പാലം ഏറെ മുതൽക്കൂട്ടാവും. MLA ഇടപെട്ട് അപ്രോച്ച് റോഡിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടി ഉൾപ്പെടെ വേഗത്തിലാക്കിയിരുന്നു. എന്നാൽ പാലം നിർമ്മാണം ആരംഭിക്കാത്തത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാൽ പറഞ്ഞു ഡിസംബറിൽ ഉണ്ടാവും, അതിൻ്റെ ടെൻഡർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം ഡിസംബർ കഴിഞ്ഞിട്ട് ഫെബ്രുവരി ആയി, ഈ ഫെബ്രുവരിയിലും ആയില്ല. ജനുവരിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പം ആരെല്ലോ വന്ന് നോക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഇപ്പം ജനങ്ങളെ സംസാരം. ആ പാലൊന്നും വരൂല, ആ വന്നുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പം പറയപ്പെടുന്നത്. കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പാലം യാഥാർത്ഥമായി എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു പാലത്തിൻ്റെ പിക്ചറെല്ലാം കൊടുത്തിട്ട് അടിച്ചതാണ്. ഇതുവരെക്കും 10 കൊല്ലമായി, ഇതുവരെക്കും ആ പാലം യാഥാർത്ഥമായിട്ടില്ല. അതിൻ്റെ ഒരു പ്രാരംഭ പണി പോലും, ഒരു ഉദ്ഘാടനത്തിന് പോലും ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. അതേസമയം സാങ്കേതിക കാരണങ്ങളാലാണ് പാലം നിർമ്മാണം വൈകുന്നതെന്നും ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും MV MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.